സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ യമഹ XSR 155 കുറിച്ചാണ്. സോ ഞാനത് കുറച്ച് നോക്കിയിരുന്ന വണ്ടിയാണ്. കാരണം ഞാൻ ഇതിൻ്റെ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസിൽ ഓൾമോസ്റ്റ് 60 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. പ്ലസ് ഡ്യുവൽ ചാനൽ ABS വിത്ത് ട്രാക്ഷൻ കൺട്രോൾ ഉള്ള ഒരു വണ്ടിയും കൂടെയാണ്. സോ അത് ഞാൻ കുറച്ച് കാത്തിരുന്ന വണ്ടിയാണ്. പക്ഷേ ഞാൻ കണ്ട റിവ്യൂവിൽ വെച്ച് എനിക്ക് നോക്കുമ്പം ലുക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. എനിക്ക് ഹണ്ടറിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഈ XSR 155 എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഹണ്ടറിനേക്കാളും. സോ ഞാൻ അത് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അത് എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ആകെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഫ്രണ്ട് സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്. സോ ഹണ്ടറിനേക്കാളും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഇത് എടുക്കാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി കിട്ടിയിട്ടില്ല. ഈ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി കിട്ടിയിട്ട് ചാനലിലൊരു റിവ്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ XSRൻ്റെ റിവ്യൂ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനാണെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ കൊണ്ടുവരാം. എനിക്ക് വലിയ ആഗ്രഹമില്ല, കാരണം അത് എനിക്ക് പറ്റിയ വണ്ടി അല്ലെന്ന് മനസ്സിലായി. പക്ഷെ നല്ല മൈലേജ് ഉണ്ട് കേട്ടോ. 60 മൈലേജ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് കറക്റ്റ് കൺഫേം ആയിട്ടില്ല. റിയൽ ടൈം മൈലേജ് നമുക്ക് ഇത് കമ്പനി പറയുന്ന മൈലേജാണ് 60 km/ലിറ്റർ. സോ റിയൽ ടൈം ഓൺ റോഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ റോഡിൽ എത്ര 60 കിട്ടുന്നുണ്ടോ, 60 കൂടുതൽ കിട്ടുമെന്ന് വെച്ചാൽ ഒരു 155 cc അല്ലേ. അതാണ് ഞാനും ആലോചിക്കുന്നത്. 155 cc 60 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടണമെങ്കിൽ അത് വെടിയാണോ അതോ എന്തായാലും റിയൽ ടൈം നമുക്ക് നോക്കിയാലേ ഇനി പറയാൻ പറ്റത്തുള്ളൂ. സോ അത് റിയൽ ടൈം വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും കിട്ടിയിട്ടില്ല. ഷോറൂമിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പറയുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഒരു റിവ്യൂ എൻ്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻസൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ ഒരു റിവ്യൂ ഇടാൻ ഞാൻ റെഡി ആയിരിക്കാം. ഷോറൂമിലൊക്കെ വിളിച്ച് ചോദിക്കണം. വണ്ടി എത്തിയിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സോ കാണാൻ ലുക്കിൽ ഹണ്ടറിനേക്കാളും പറഞ്ഞു കയറുന്നില്ല. അതിനിടയ്ക്ക് 100 അവിടെ കിടക്കണം. സോ ഹണ്ടറും XSR 155 കൂടെ നോക്കുമ്പം എനിക്ക് പറഞ്ഞ പോലെ ഹണ്ടറും ഇതും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഹണ്ടർ ഒരു 350 cc സെഗ്മെൻറ്റിൽ പെടുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ XSR 155 ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, 155 cc പെടുന്നതാണ്. പക്ഷേ ഹണ്ടറിനേക്കാളും നല്ല വേഗത കൂടിയ അടുത്ത റോയൽ എൻഫീൽഡ്. ഒട്ടുമുക്കാൽ ആൾക്കാരും എടുക്കുന്നത് ഹണ്ടറാണ്. കാരണം അത് നല്ല അതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് ഈ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് മാത്രമല്ല ഓട്ടിക്കാൻ നല്ല ഹണ്ടറിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. 150 പോകും കേട്ടോ. ഞാൻ ഇതേവരെ റോയൽ എൻഫീൽഡ് ഹണ്ടറാണെങ്കിൽ ഇതേവരെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടില്ല. കാരണം ഞാൻ എന്തായാലും ഒരിക്കലും എടുക്കാൻ പോണില്ല എന്നൊക്കെ അറിയാം. കാരണം അത് എനിക്ക് പറ്റിയ വണ്ടിയല്ല. ഒട്ടുമുക്കാലും പൊക്കം കുറഞ്ഞ ആൾക്കാർ അടുത്തുണ്ട്. സോ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ജസ്റ്റ് ഒരു കിലോമീറ്റർ അളവിൽ തന്നെ നമ്മൾ 4-5 ഹണ്ടറിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ ഒരു 2-3 ഹണ്ടറിനെ കണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എസ്പെഷ്യലി ഇപ്പോൾ പുതിയൊരു വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സ് എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പം കുറച്ചുകൂടെ പുതുക്കി ഇറക്കിയിട്ടുണ്ട്. സോ അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഈ റോയൽ എൻഫീൽഡ് ഹണ്ടർ എന്ന് പറയുമ്പോൾ. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തുമാത്രം ഹണ്ടേഴ്സ് കാണാൻ കിടക്കുന്നു എന്ന് പറയാനേ പറ്റും. എസ്പെഷ്യലി ഇത് ഹൈവേ പോലുമല്ല, ജസ്റ്റ് നമ്മൾ ഉള്ളിലോട്ട് കയറി എന്നിട്ട് നമ്മൾ ഓൾറെഡി 3-4 ഹണ്ടേഴ്സ് കണ്ട് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എനിക്ക് എത്രണ്ണം വിട്ടുപോയെന്ന് അറിയത്തില്ല. ബട്ട് ദാറ്റ്സ് ഹൗ പോപ്പുലർ ഹണ്ടർ ഈസ് മാൻ. സോ അത്രയ്ക്ക് പോപ്പുലറാണ്. സോ അതേപോലെ XSR 155 ഇറങ്ങുമ്പോൾ എത്ര പോപ്പുലറാകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല മൈലേജ് ഉണ്ട്. ടോപ്പ് സ്പീഡ് പറയുന്നത് 150 ഒക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് എനിക്ക് കറക്റ്റ്
അറിയത്തില്ല. നമുക്ക് ഓൺ റോഡ് എല്ലാം ടെസ്റ്റ് കഴിഞ്ഞാൽ ടോപ്പ് സ്പീഡും മൈലേജും എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ വെയിറ്റും സാഹചര്യം അനുസരിച്ച് സ്പീഡും മൈലേജും എല്ലാം കുറയാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് കമ്പനി പറയണ ഒന്നും ഇപ്പം ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ വെയിറ്റ് ചെയ്യുക. നമുക്ക് പലതരം റിവ്യൂ ഇടും, അതൊക്കെ കണ്ട് നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാം 100 ആണോ അതോ 155 ആണോ ബെസ്റ്റ് എന്ന് തീരുമാനിക്കാൻ. അത് CT ആണ് കേട്ടോ, CT 110 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക്. ഞാൻ XSR 155 കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വല്ലതും പറഞ്ഞാൽ കറക്റ്റ് ഓർമ്മ വരുന്നില്ല. എന്തായാലും നമുക്ക് ഒരു തവണ പറഞ്ഞേക്കാം. XSR 155 വരുന്നത് ഡ്യുവൽ ചാനൽ ABS ആണ്. ഫ്രണ്ടിൽ 100 സെക്ഷൻ ടയറും ബാക്കിൽ 140 സെക്ഷൻ്റെ ടയറുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. പ്ലസ് ട്രാക്ഷൻ കൺട്രോളും വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ റോഡിന് വേണമെങ്കിൽ ഉപകാരപ്പെടുമെന്ന് നമുക്ക് പറയാം. കാരണം ചല്ലി അവിടെ ഇവിടെയൊക്കെ കാണുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഓണും ഓഫും ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതിലാണ് എനിക്കൊരു കറക്റ്റ് ഡീറ്റെയിലായിട്ട് അറിഞ്ഞുകൂടത്. എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിലായിട്ട് ഇടാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ ഇടാൻ തയ്യാറാണ്. സമയം 6:15 ആയി. നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകാൻ സമയമായി. ഒരു കാര്യം വാങ്ങാൻ ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോയുടെ എടുത്ത് നമുക്ക് പോകുന്ന വഴി ഉഷാറാക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മുടെ 155 കുറിച്ചുള്ള XSR 155 കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ. സോ ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അറിയാതെ, അത് എനിക്ക് പറ്റിയ വണ്ടിയല്ല കേട്ടോ. അതിൻ്റെ ബാക്ക് സസ്പെൻഷൻ കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഫ്രണ്ട് സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണെന്നാണ് പറയുന്നത്. സോ എനിക്ക് പറ്റിയ വണ്ടിയല്ല. എസ്പെഷ്യലി ഈ വണ്ടിയിലായതുകൊണ്ട് മാത്രമേ എൻ്റെ നട്ടൽ ഇപ്പോഴും എൻ്റെ ബാക്ക് ബോണിൽ നട്ടലും ബാക്ക് ബോണും എന്നോടെ പറയണം, എനിക്ക് ഇപ്പോഴും അത്രയ്ക്ക് വേദനയില്ലാതെ ഞാൻ പിടിപ്പിക്കുന്നത് എന്ന് പറയാം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി തന്നെ ചെയ്ത്. അവെഞ്ചർ 220 ആണെന്ന് തോന്നുന്നു. അതെ അതെ, അവെഞ്ചർ 220 സംതിങ്. ഇത് പണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. പക്ഷെ അന്ന് ഞാൻ ചെറുപ്പമായതുകൊണ്ട് എനിക്ക് വണ്ടി എടുക്കാനും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, വിട്ടു കളഞ്ഞു. ഇതേലും കാണുന്ന അന്നത്തെ ഒരു പൊളി വണ്ടിയായിരുന്നു. മാറണ അവെഞ്ചറിൻ്റെ 220 സീരീസിൽ കുറേ ഉണ്ടല്ലോ. 220F, 220യുടെ ഒരു N220 ആണോ അതോ P220 ആണോ കേട്ടോ. അതിൻ്റെ ഒരു ഫേഡ് കൊണ്ടുണ്ട് ബജാജില്ല, പൾസർ തന്നെ. പൾസർ പണ്ടത്തെ കിങ്ങല്ലേ ആയിരുന്നു. ഓക്കെ, സോ ഇതാണ് നമുക്ക് XSR 155 കുറിച്ചുള്ള ഒരു ചെറിയ, എനിക്ക് കണ്ടതിനനുസരിച്ചുള്ള ഡീറ്റെയിൽഡ് വ്യൂ. സോ ഇതിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമുക്ക് വീഡിയോ ഇടാവുന്നതാണ്. സോ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഷോറൂമിൽ വണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഒന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുക. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒന്ന് പറയുക ഈ വണ്ടി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ. തിരുവനന്തപുരത്ത് ആണെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഷോറൂമിലാണെങ്കിൽ ചെന്നും ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ നോക്കാം. ബാക്ക് സസ്പെൻഷൻ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പറ്റുന്ന വണ്ടിയാണെങ്കിൽ ചിലപ്പം അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം. കാരണം എൻ്റെ ചില ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എസ്പെഷ്യലി ഓൺലൈൻ ഫ്രണ്ട്സ്. സോ അപ്പോൾ അത്രയൊക്കെ തന്നെയാണ്. നമുക്കിനി അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. വേറെ എന്തെങ്കിലും പുതിയ ടോപ്പിക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് ആ ടോപ്പിക്കായിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇവിടെ എന്തോ പൊടി കണക്ക് എന്തോ പറക്കുന്നുണ്ട്, കണ്ണിൽ വീഴാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഹെൽമെറ്റിൻ്റെ വൈസർ തുറന്നു വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ റിസ്ക് എടുക്കാൻ വയ്യ. സോ അപ്പോൾ അത്രയൊക്കെ തന്നെയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ. സമയം 6:22 ഞാനിത് നേരത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷനായിട്ടല്ല, ഞാൻ ജസ്റ്റ് ഇതുവഴി ഒന്ന്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. പക്ഷേ ചെറിയ രാത്രി വലിയ ഇൻട്രസ്റ്റ് കാണത്തില്ല ഇതുവഴി ഇവിടെ വരാൻ. കാരണം കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് സമീപം 6:22 ഏകദേശം നല്ല ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഫുള്ളായിട്ട് ഇരുട്ടിയില്ല,
ഇരുട്ടാൻ ഇനി ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ഇരുട്ടാമെന്ന് പ്രതീക്ഷിക്കാം. സോ അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ഒന്ന് ചെറിയൊരു വ്യൂ ഒന്ന് കണ്ടിട്ട് പോവാം. റോഡ് ഭയങ്കര മോശമാണ്, പക്ഷേ എനിക്കിവിടുത്തെ വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഇതൊന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് ആണിയൊന്നും റോഡിൽ വീണിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ ഇവിടെ നിന്ന് ചുരുങ്ങിയ വഴി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കെയർഫുൾ ആയിരിക്കണം, കാരണം റോഡ് ഭയങ്കര ചുരുക്കത്തിലും ആയതുകൊണ്ട് ഇപ്പുറത്തോട്ട് തോട്, എൻ്റെ റൈറ്റ് സൈഡ്, എൻ്റെ വലതുപക്ഷം തോടാണ്. സോ നമുക്ക് കുറച്ച് സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. സോ ഇതാണ് നമ്മുടെ ഹൈ ബീം വലിയ ഉപകാരമില്ല. സോ എന്നാലും നമുക്ക് ഇട്ടുകൊണ്ട് പോവാം. എനിക്ക് മനസ്സിലാവില്ല കേട്ടോ, ഈ വണ്ടിയിൽ എന്ത് ഈ ഹൈ ബീം ഇങ്ങനെ ഇരിക്കണമെന്നാണ് ഞാൻ ആലോചിക്കണം. സോ ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് വളരെ നമുക്ക് കാണാനൊന്നും അങ്ങനെ അത്രയ്ക്കൊന്നും ഇല്ല. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ ഈ എന്തുവാണ് സൗണ്ട്. പാട്ടിട്ടേക്കണായിരുന്നു അങ്ങനെ. സോ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് ഓക്കെ ലൈറ്റ് ഇട്ട് വേണം. ഓക്കെ, ഇതാണ് നമ്മുടെ പാടം. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ ഈ രാത്രി സമയമായിട്ട് വലുതായിട്ട് ലൈറ്റും ഇല്ലാത്തതുകൊണ്ടൊന്നും കാണാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ഈ കാണുന്ന തോടും ഈ കാണുന്നത് പാടവും ഏകദേശം അത് ഞാനിപ്പോൾ ഈ കുന്നിൻ്റെ മണ്ടയിൽ കയറ്റി വെച്ചേക്കുന്നതുകൊണ്ടാണ് കുറച്ച് ദൂരോട്ട് ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അടിക്കാൻ ഒട്ടും ചാൻസ് ഇല്ല, കാരണം ഇത് താഴോട്ടാണ് ഇങ്ങനെ അതിൻ്റെ ഹൈ ബീം ഇങ്ങനെ പോയേക്കണത്. മറ്റുള്ള എക്സ്ട്രീം 125R ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് മാത്രം എന്തോ ഇങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുവഴി കൂടെ ഒരു വണ്ടി വരുന്നുണ്ട്, അത് ഇതുവഴി കൂടെയാണോ വരുന്നതെന്ന് ഒരു ഡൗട്ട്. അടങ്ങി കയറി പോകാൻ കുറച്ച് പാടാണ്. ബൈക്കായിരിക്കണം, ബൈക്കാണെങ്കിൽ നമുക്ക് പോകാൻ സ്ഥലമുണ്ട്. സോ നമുക്ക് പോവാം. ഇപ്പുറത്തോട്ട് തോട്ടിലോട്ട് വീഴാതിരിക്കാൻ മാത്രം നമുക്ക് ശ്രദ്ധിക്കണം. കുറച്ച് ഡേഞ്ചറാണ്, കാരണം രാത്രി ഇതുവഴി കൂടെ വരുന്നതൊന്നും കാണാനും പറ്റില്ല. ഇപ്പുറത്തോട്ട് പോയാൽ തോട്ടിലാണ് കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് എൻജോയ് ഈ വഴിയൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നല്ല ഇരുട്ടിപ്പോയി. കുറച്ചുകൂടെ നേരത്തെ വരാനുള്ളതായിരുന്നു. നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ സ്ഥലം കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാമായിരുന്നു. സോ ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ വെട്ടത്തിൽ കാണണമെങ്കിൽ ആ വീഡിയോ വിസിറ്റ് ചെയ്താൽ മതി. സോ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ. ഒരു ചെറിയ ഒരു വലിയ തവളാട്ടാ. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, ജസ്റ്റ് ഒന്ന് ആ തോടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് അപ്ലോഡ് ചെയ്യുമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി വീഡിയോ മരിച്ചോണ്ട് നോക്കേണ്ടി. ഓക്കെ, സോ നമുക്കിതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, ജസ്റ്റ് ഒന്ന് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ എന്തെങ്കിലും ഒരു പുതിയ കണ്ടൻറ്റുമായിട്ട് വരാം. സോ അതുവരെ നമുക്ക് പിന്നീടൊരു ഇതിൻ്റെ ഗിയർ ഭയങ്കര മോശം കേട്ടോ. സോ നമുക്ക് മറ്റേ ഡ്യുവൽ ചാനൽ ABS കാര്യം ഇപ്പോഴും തീരുമാനിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.